രണ്ട് പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് KM ഷാജിയുടെ ബഹുസ്വരത എന്ന വിഷയം, ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമിയുടെ ഇസ്മത്ത് എന്ന വിഷയവും. ആദ്യമായി ബഹുമാനപ്പെട്ട KM ഷാജി MLA അവർകൾ ബഹുസ്വരത എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ SKSSFനോടൊപ്പം നിന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് ആ ഒരു കേരളത്തിൽ ഒരിക്കലും സ്വീകാര്യമല്ലാത്ത തീവ്രവാദത്തെ നിഷ്കാസന ചെയ്യുന്നതിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനോടൊപ്പം നിൽക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനത്തെ പ്രാപ്തമാക്കുകയും പരസ്പര സഹകരണത്തിലൂടെ ആ തീവ്രവാദത്തെ തൂത്തെറിയുകയും ചെയ്ത മുന്നണി പോരാളിയായ പ്രിയപ്പെട്ട KM ഷാജിയെ ബഹുസ്വരത എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാൻ രണ്ട് ചൂടിനിടയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് ഇലക്ഷന്റെ ചൂടും മറ്റൊന്ന് പ്രകൃതിയുടെ ചൂടും. അതുകൊണ്ട് അധികം സമയമെടുക്കാതെ പെട്ടെന്ന് ഞാൻ വഴിയൊഴിയുന്നതാണ്. SKSSFന്റെ പരിപാടിയിൽ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇലക്ഷനോട് അടുപ്പിച്ച് സ്ഥിരമായിട്ട് എനിക്ക് SKSSFന്റെ പരിപാടി ഉണ്ടാവും. ഞാൻ ഇരുപുരത്തേക്ക് പോകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് പരിപാടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് പോകുന്നതിന് മുമ്പ് SKSSFന്റെ ഒരു വലിയ സെമിനാറിൽ ഞാൻ കോഴിക്കോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിനോട് ചേർന്നാണ് ഒരു കോയിൻസിഡൻസ് പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം മറ്റെല്ലാത്തിനും ഉപരിയായിട്ടുണ്ട്. പണ്ഡിത സൂര്യൻ എന്ന് കേരളം, ഇന്ത്യ, ആ മഹാനെ അറിയുന്ന ലോകം മുഴുവൻ വിളിച്ചിരുന്ന ഒരു ദിഷണാവൈഭവമുള്ള ഒരു നേതൃത്വത്തിന്റെ ഓർമ്മയുടെ മുമ്പിൽ പ്രാർത്ഥനകളോടുകൂടിയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സെമിനാർ നടക്കുന്നത്. ഇസ്ലാമിക ലോകത്തിലെ മുഴുവൻ ഇസ്ലാമിക ധാരകളെയും ചലനങ്ങളെയും നിരീക്ഷിക്കുന്നവർക്ക് വ്യതിരിക്തമായിട്ടുള്ള ഒരു ഇസ്ലാമിക പ്രഭാവത്തിന്റെ കരുത്ത് കേരളത്തിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് ലോകത്തിന് മാതൃകയാം വണ്ണം അതിന്റെ ദഅവത്തിന്റെ മാർഗത്തിലും മറ്റെല്ലാ മാർഗങ്ങളിലും മലയാളിയെ പ്രാപ്തമാക്കുന്നതിന് മുമ്പിൽ നിന്നിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമ. കേരളത്തിലെ ഒരു ഇസ്ലാമിക സമൂഹത്തിന് കരുത്തു പകരുന്ന ഒരു രീതി മാത്രമല്ല, ലോകത്തോട്, അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെന്ന് പറയുന്നിടത്ത് പോലുമുള്ള ലോകരാജ്യങ്ങളോട് എത്രമാത്രം സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ് ഇസ്ലാം എന്ന് ജീവിച്ചും പ്രവർത്തിച്ചും കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന മാതൃകയാണ് കേരളത്തിലെ ഇസ്ലാമിക മാതൃക എന്ന് പറയുന്നത്. അതിനെ ശാക്തീകരിപ്പിക്കുന്നതിൽ ഏറ്റവും ശക്തമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് മഹാനായ ശംസുൽ ഉലമ എന്ന് നമുക്കൊക്കെ അറിയാം. ലിവിംഗ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഏറ്റവും സുഖമുള്ള പണി പ്രസംഗിച്ചു പോകലാണ്. പക്ഷേ ഉദാഹരണമായി ജീവിച്ചു കൊടുക്കുക വലിയ റിസ്ക്കാണ്, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, ഒപ്പം എന്റെ ജീവിതമാണ്.
നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്റെ ജീവിതമാണ്. അത് പറയാൻ അത്യപാരമായ ധൈര്യമുണ്ടാവണം. അതിലേറെ അതിന് കഴിയുന്ന വിധത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ കഴിയണം. ലിവിംഗ് ബൈ എക്സാമ്പിൾ എന്ന് പറയുക പരമപ്രധാനമായ കാര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കള് വളർന്നു വരുമ്പോ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? എന്റെ മകൻ എന്നെ പോലെ ആവണമേ പഠിച്ചോനെന്ന്? ഇല്ല, നമ്മളെക്കാൾ ഉഷാറാവണമെന്നേ നമ്മൾ പ്രാർത്ഥിക്കൂ. കാരണം നമ്മളെ കയ്യിലിരിപ്പ് നമുക്കറിയണമുണ്ട് മക്കൾ അങ്ങനെ ആവണ്ടെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. എന്നെ പോലെ ആവണമെന്ന് പ്രാർത്ഥിക്കാറില്ല ആരും. ഉദാഹരണമായി ജീവിച്ചു കൊടുക്കാനാവുക. സ്വയം ജീവിക്കുക മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ ലോകത്തിന്റെ മുമ്പിൽ പ്രാപ്തമാക്കി കൊടുക്കുക. മഹാനായ ശംസുൽ ഉലമ ദേശീയ രാഷ്ട്രീയത്തിന്റെ കൂടെ നടന്നു പോയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു മാനമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിന്റെ കൂടെ നടന്നു, ഓരം ചേർന്ന് നടന്നുപോയ ഒരാൾ. കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിത ലോകത്തിന്റെ സൂര്യ തേജസ്സായി മാറുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എങ്ങനെയാണ് ഒരു മുസൽമാൻ ഒരു ബഹുസ്വരതയിൽ മറ്റു സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ധാരകൾക്കും ചിന്തകൾക്കുമൊക്കെ ഇടയിൽ ജീവിക്കേണ്ടത് എന്നതിന്റെ ഇസ്ലാമികമായ ഉദാഹരണങ്ങളിലെ പ്രഥമം എന്ന് പറയാവുന്നത് മദീന കരാറാണ്. മദീന കരാറിൽ നിന്ന് അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഈ ബഹുസ്വരതയുടെ അകത്ത് ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ടാവില്ല. ബഹുസ്വരതക്കകത്തൊരു മുസൽമാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? അവന്റെ ഒരു ഐഡന്റിറ്റിയും കളഞ്ഞുകൊണ്ടല്ല, അവന്റെ ഒരു വിശ്വാസ പ്രമാണവും കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല, അവന്റെ ഒരു ധാരണകളും മാറ്റിവെച്ചുകൊണ്ടല്ല, നല്ല മുസ്ലിമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ പോലെ വർഗീയ സംഘർഷഭരിതമായിരുന്ന ഒരു സ്വാതന്ത്ര്യത്തോടനുബന്ധമായ കാലഘട്ടത്തിൽ നിന്നാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത്. ഉത്തരേന്ത്യ ഇപ്പോഴും നേർക്കുനേരെ ഇന്ത്യയുടെ രാഷ്ട്രീയധാരയിലേക്ക് പൂർണ്ണമായി ഇഴുകിച്ചേരാവുന്ന വിധത്തിൽ പാകപ്പെട്ട മനസ്സുകളില്ലാത്ത ഇടങ്ങളുണ്ട്. എന്നാൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ രാജ്യത്തിന്റെ മുഖ്യധാരയോട് ചേർത്തു നിർത്തി ഇവിടുത്തെ എല്ലാ മതസമൂഹങ്ങളോടും ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ അവരെ പാകപ്പെടുത്തി. ദഅവത്ത് നടത്താൻ, പ്രബോധനം നടത്താൻ ഏറ്റവും സുഗമമായ നാട് ലോകത്തിലൊരു. പക്ഷെ ഞാനൊരിക്കല് ജിസാനില്, സൗദി അറേബ്യയിലെ ജിസാനില്, അവിടുത്തെ പള്ളിയിൽ ഒരു പണ്ഡിതനായ ഇമാം, അദ്ദേഹം പലതവണ കേരളത്തിലെ നിരവധി സ്റ്റേജുകളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഒരു മുസൽമാൻ ആഗ്രഹിക്കേണ്ടത് ഇന്ത്യയിൽ ജീവിക്കണമെന്നാണ്. എന്തുകൊണ്ട്? ഇന്ത്യ ഒരുപാട് മതങ്ങളുള്ള രാജ്യമാണ്, ഒരുപാട് ജാതിയും സമൂഹവും. 4599 ജാതി, മതം, ഉപജാതി ഇന്ത്യയിലുണ്ട്. അവർക്കിടയിൽ ഒരു മുസൽമാനായി ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താ ഉള്ളത്? എല്ലാ മതസ്ഥരും ജീവിക്കുന്നതിനിടയിൽ ഒരാൾ വേറിട്ടു നിൽക്കുക, അവന്റെ ജീവിതം കൊണ്ട്, അവന്റെ കർമ്മം കൊണ്ട്, അവന്റെ ഇടപെടലുകൾ കൊണ്ട്, അവന്റെ സാമ്പത്തികമായിട്ടുള്ള വിനിമയം കൊണ്ട്, അവന്റെ സ്വഭാവം കൊണ്ട്, അവന്റെ സൗമ്യമായ സംസാരം കൊണ്ട്, അവന് മറ്റുള്ളവനെ, അയൽക്കാരനെ എത്ര ജാഗ്രതയോടുകൂടിയാണ് നോക്കുന്നത് എന്ന അവന്റെ നന്മ കൊണ്ട് അവൻ ശ്രദ്ധേയനാവുക. ദഅവത്ത് എന്ന് പറയുന്നത് പ്രസംഗവും കാസറ്റ് ഇറക്കലും അല്ലല്ലോ. ദഅവത്ത് ജീവിക്കലാണ്. ഏറ്റവും വലിയ ദഅവത്ത് ജീവിക്കലാണ്, ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ്. അതിന് കഴിയാന്ന് പറയുന്നത് പരമപ്രധാനമായ കാര്യമാണ്. ഇന്ത്യ പോലെയുള്ള ഇത്രയേറെ ജാതിയും ഉപജാതികളുമുള്ള ഒരു രാജ്യത്ത് കേരളത്തിലെ ഒരു സമൂഹത്തെയെങ്കിലും അവരെ ഈ രാജ്യത്തോട് ഇഴുകിക്കൊണ്ട് അവനവന്റെ മതവിശ്വാസത്തിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയുക എന്നത് കാണിച്ചു കൊടുത്ത ഒരു വലിയ മനുഷ്യൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതപരമായ വർഗീയതയുടെ, മതപരമായ ജാതീയതയുടെ, വ്യത്യസ്തതയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ പേരുകൊണ്ട് പോലും കക്ഷിയായിട്ടില്ലെന്നത് ഒരുപക്ഷെ ഈ മഹാപ്രസ്ഥാനത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ്.
എല്ലാവരും പരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. കേരളത്തിൽ പലയിടത്തും പല തരത്തിലുമുള്ള വർഗീയ സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പള്ളികളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്, മദ്രസകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്, പല തരത്തിൽ അതിനെ വിനിയോഗിച്ചവരുണ്ട്. എന്നിട്ട് പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ചേർത്ത് വെച്ച് വായിക്കാൻ, വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ, പരസ്പരം ആളുകളെ തമ്മിൽ തല്ലിക്കുന്നതിൽ കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും വേരുള്ള ഈ പ്രസ്ഥാനത്തിന് ഒരു തരിമ്പ് പോലും പങ്കുണ്ടായി എന്ന് പറയുന്ന ഒരു പ്രയോഗം കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു അത്? ആ പ്രസ്ഥാനം അതിന്റെ നേതൃത്വം കാണിച്ചിട്ടുള്ള സൂക്ഷ്മതയാണ്. അതാണ് പ്രധാനം. ആ സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ശംസുൽ ഉലമ. ഒരുപക്ഷെ NDF-മായി, ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് മതതീവ്രവാദ സംഘടനകളുമായി ഒരു ആശയപരമായ സമരമുഖം ഞങ്ങൾ ഒരുക്കുന്ന സമയത്ത് അതിന്റെ മുൻനിരയിലെ കേസും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്നാണ്. ആരെന്ന് തിരിച്ചറിയാനാവാത്ത വണ്ണമുള്ള ഒരു കൂട്ടായ്മയായിരുന്നു അത്. ആ കൂട്ടായ്മയുടെ കാലത്ത് ഞങ്ങൾക്കൊക്കെ പ്രചോദനമായിരുന്ന ചില നീക്കങ്ങൾ സമസ്തയുടെ പണ്ഡിത നേതൃത്വത്തിന്റെ അടുത്തുനിന്ന് ശക്തമായിട്ടുണ്ടായിരുന്നു. ഞാൻ ശംസുൽ ഉലമയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിക്കുകയും ഈ വിഷയം പറയുകയും ചെയ്തപ്പോൾ ഞാൻ ആദർവേദിയോട്, ഇപ്പോൾ സ്റ്റേജിലിരുന്ന മലമയോടും ഞാൻ അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തുകയുണ്ടായി. അന്ന് നമ്മുടെ ചെറുപ്പക്കാരെ 90കളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യത്തിനകത്ത് നമ്മുടെ ചെറുപ്പക്കാരെ ഈ വെളിച്ചത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇരുട്ടിന്റെ മറവിലിരുത്തി മറ്റാരും കാണാതെ രഹസ്യമായി ഖുർആൻ പഠിപ്പിക്കാൻ നടത്തുന്ന ഒരു പരിശ്രമത്തിന്റെ കാലം ഉണ്ടായിരുന്നു. ഏത് ഖുർആനാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. ഖുർആനിന് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ടല്ലോ ലോകത്ത്. IS പറയുന്നതും ഖുർആനാണ്. 30 ജുസുകളുള്ള ഖുർആൻ തന്നെയാണ്. വള്ളിയുടെ പുള്ളിയുടെ വ്യത്യാസമുള്ള ഖുർആനല്ല. ഇതേ ഖുർആൻ പലതരത്തിൽ വായിക്കാമല്ലോ, പല രൂപത്തിൽ വായിക്കാം. അങ്ങനെ ഖുർആനിനെ ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ച ഒരു കാലം സമസ്തയുടെ ഒരു സ്ഥാപനത്തിനകത്ത് നിന്ന്, നന്ദി ദാറുസലാമിൽ നിന്ന് തന്നെ ചില കുട്ടികൾ, പലരും പെട്ടുപോയത് ഉദാഹരണങ്ങൾ കൊണ്ടാണ്, ചില കുട്ടികൾ അറിയാതെ പോലും ഇവരുടെ വഴിയിൽ വന്നു പെട്ടുപോയി. അവരെ വിളിച്ച് ശംസുൽ ഉലമയുടെ ശാസനയുണ്ട്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ആക്ഷേപഹാസ്യത്തിന്റെ, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ക്രോസിംഗിന്റെ, ഡിബേറ്റിന്റെ രീതിയുണ്ട് അദ്ദേഹത്തിന്. ആ രീതിയിലായിരുന്നു അത്ര ഈ കുട്ടികളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അവരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഖുർആൻ പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഖുർആൻ പഠിക്കാൻ എന്തിനാ ഈ വിളക്കൂതുന്നത്? എന്തിനാണ് ഖുർആൻ പഠിക്കാൻ നിങ്ങൾ വിളക്കൂതി പഠിക്കണത്? വെളിച്ചത്തിൽ പഠിച്ചൂടെ? ഇരുട്ടിൽ നിന്ന് ഒരു ജനസമൂഹത്തെ, ലോകത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഖുർആനാണ്. ആ ഖുർആനിനെ നിങ്ങൾ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണോ കൊണ്ടുവരേണ്ടത്? യുഖ്രിജു മിനൽ ളുലുമാത്തി ഇലൻ നൂർ എന്ന് വിശുദ്ധ ഖുർആനിനെ പറയുന്നുണ്ട്. നിങ്ങളെ അന്ധതയുടെ, തെറ്റിന്റെ, കുഴപ്പത്തിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വെളിച്ചത്തിൽ നിന്ന് ഖുർആൻ കൊണ്ടുപോയിട്ട് ഈ മെഴുകുതിരി വട്ടത്ത് ഇത്രയധികം സൂര്യപ്രഭാവമുള്ള ഈ വെളിച്ചത്തിൽ നിന്ന്, ഇത്രയധികം ഇലക്ട്രിക് ലൈറ്റുകൾ കത്തി നിൽക്കുന്ന വെളിച്ചത്തിൽ നിന്ന് എന്തിനാണ് മെഴുകുതിരിയുടെ വട്ടത്തിലെ ഒരു പരിധിയിൽ മാത്രം നിൽക്കുന്ന വെളിച്ചത്തിനകത്തേക്ക് ഖുർആനിനെ കൊണ്ടുപോയി ഒതുക്കുന്നത്? ശാസനയോടുകൂടെ അദ്ദേഹം അവരെ എതിർക്കുകയും അവിടെ നിന്ന് അവർക്ക് നടപടി ഉണ്ടാവുകയും ചെയ്തു എന്നത് എത്ര സൂക്ഷ്മതയോടുകൂടി തന്റെ സ്ഥാപനത്തിനകത്തു വരുന്ന ഒരാളുടെ ഒരു അപകടത്തെ മുളയിലെ നുള്ളിക്കളയുക, അത് പാടില്ലെന്ന് പറയുക. ഇത് വലിയ സൂക്ഷ്മതയുടെ പ്രശ്നമാണ്. ഒരുപക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റെല്ലാത്തിനുമപ്പുറം ഖുർആനിനെ സമസ്തയിൽ നിന്ന് പഠിച്ച് നേരാംവണ്ണം പഠിച്ചു വരുന്ന ഒരാളും ആ ഖുർആനിനെ വക്രീകരിക്കുമെന്ന വിശ്വാസം എനിക്കില്ല, എന്റെ അനുഭവത്തിലില്ല. ഈ അടുത്ത് എനിക്കറിയാം, ഞാൻ
എന്റെ അഴീക്കോട് മണ്ഡലത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വളരെ വിവാദമായ ഒരു സംഭവം ഉണ്ടായിരുന്നു, നാറാത്ത് സംഭവം. നാറാത്ത് സംഭവത്തില് ജയിലിൽ കിടക്കുന്ന അതിനെ എന്റർടൈൻ ചെയ്യുന്നതിനു വേണ്ടി മതതീവ്രവാദികളുടെ NDF-ന്റെ ഒരു വലിയ സമ്മേളനം നാറാത്ത് സംഘടിപ്പിച്ചു. അതിനകത്ത് ജയിലിൽ നിന്ന് പ്രതി എഴുതിയ കത്ത് വായിക്കുക. ജയിലിൽ നിന്ന് പ്രതി എഴുതിയ കത്ത് വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നെഹ്റുവിന് ഇന്ദിരാഗാന്ധിക്ക് നെഹ്റു അയച്ച കത്ത് മാതിരിയുള്ള കത്തൊന്നല്ല, ഒരു അങ്ങനത്തെ കേസൊന്നും നല്ലത്. ഇതൊരു വലിയ സംഭവമായിട്ട് വായിക്കുകയാണ്. അപ്പൊ കത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ഖുർആനൊക്കെ പഠിച്ചു തുടങ്ങി. ഞാനിങ്ങനെ മനസ്സിൽ വെച്ചപ്പോ നേരത്തെ ഇത് പഠിച്ചിരുന്നെങ്കിൽ അവിടെ പോകുമായിരുന്നില്ല. നേരത്തെ നേരം വേണ്ട ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരുമായിരുന്നില്ല. അവിടെ പോയതിനു ശേഷമല്ല ഖുർആൻ പഠിക്കേണ്ടത്. അവിടെ പോകുന്നതിന് മുമ്പ് ഖുർആൻ പഠിച്ചില്ല, അതാ പോകേണ്ടി വന്നത്. അതാണ് കുഴപ്പമുണ്ടായത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ശക്തമായി പ്രചരിക്കുന്ന ഒരു അനുഭവമുണ്ട്, ഒരു യൂറോപ്യന്റെ അനുഭവം. ഞാൻ പലയിടത്തും പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരിക്കല് യൂറോപ്പില് IS അതിന്റെ താണ്ഡവമാടുന്ന 8 പേരാണ് ആ സംഭവത്തിനകത്ത് കൊല്ലപ്പെട്ടത്. ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തെ പരമ്പര നടത്തിയ ഒരു സംഭവം. യൂറോപ്പിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു വഴിയില് ബാരിക്കേഡ് കെട്ടി IS-ന്റെ ആളുകളെ തടഞ്ഞു നിർത്തുകയാണ്. വരുന്നവരോട് ചോദിക്കും, എന്താ തന്റെ പേര്? അയാൾ പറയും, ഞാൻ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, പോയിക്കോന്ന് പറയും. എന്താ തന്റെ പേര്? ജോർജ്. കൊല്ലും. അടുത്ത ആൾ വരും, എന്താ തന്റെ പേര്? ജോസഫ്. കൊല്ലും. വേറൊരാൾ വരും, എന്താ തന്റെ പേര്? ഇബ്രാഹിം. പോയിക്കോന്ന് പറയും. മുസ്ലിങ്ങളാണെങ്കിൽ പോകാം, അല്ലെങ്കിൽ കൊല്ലു, അതാണ് ചുരുക്കം. അപ്പോഴാണ് ജോർജ് തന്റെ ഭാര്യയും ഒരു കൊച്ചു മകളുമായിട്ട് കാറിൽ അവിടെ വരികയാണ്. വന്നവരെ തടഞ്ഞു നടത്തിയപ്പോഴേ ജോർജിന് സംഗതി മനസ്സിലായി, കുഴപ്പമാണ്. ഇവർ ചോദിച്ചു, എന്താണ് പേര്? അയാൾ പെട്ടെന്ന് പറഞ്ഞു, എന്റെ പേര് മുഹമ്മദാണ്. അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, പോയിക്കോന്ന് പറയുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു സംശയം, ഭാര്യയുടെ വേഷം കണ്ടപ്പോ ഒരു സംശയം. ചോദിച്ചു, ഈ മുസ്ലിം എന്നല്ലേ? അയാൾ പറഞ്ഞു, അതെ. എന്നാ പിന്നെ ഖുർആൻ എന്നൊരു 4 ആയത്തോതിയെ. ജോർജ് പെട്ടല്ല. ജോർജ് മത്തായി സുവിശേഷത്തിലെ ഒരു 4-5 വാചകം ഇംഗ്ലീഷിലാക്കി പറഞ്ഞു കൊടുത്തു. ഇവര് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, പോയിക്കോ. അങ്ങനെ ജോർജ് പോയി. കുറെ ദൂരെ എത്തിയപ്പോൾ ഭാര്യ ജോർജിനോട് പറഞ്ഞു, എന്ത് അബദ്ധം നിങ്ങൾ കാണിച്ചത്, അവർക്കെങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പണി തീരുമായിരുന്നില്ലേ? ജോർജ് പറഞ്ഞു, എടി, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവനൊക്കെ ഖുർആൻ വായിച്ചിരുന്നെങ്കിൽ ഈ ജാതി തോന്നിവാസവും കാണിക്കുമെന്നാണ്. ഖുർആൻ നേരാവണ്ണം വായിക്കാത്ത പ്രശ്നമാണ്, ഖുർആൻ വായിക്കാത്ത പ്രശ്നമല്ല ലോകത്തിൻ്റെത്. അതാണ് ഒരുപക്ഷെ സമസ്ത അടക്കം മതസംഘടനകൾ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. അതാണ് ഖുർആൻ വായിക്കാത്തതല്ല ലോകത്തിന്റെ പ്രശ്നം, നേരാവണ്ണം ഖുർആൻ വായിക്കാത്തതാണ്. അതാണ് പ്രശ്നം. നേരെ ചൊവ്വെ ഖുർആൻ വായിക്കാത്തതാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്, ഖുർആന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്, അതിനോട് ഡിബേറ്റ് ചെയ്യാൻ വരുന്നത് ബൈബിളാണെങ്കിൽ ഈസിയാണ്. നേരത്തെ പറഞ്ഞു പ്രസംഗിച്ചല്ലോ, ഈസിയാണ്. ഭഗവത്ഗീതയാണെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഖുർആനിനോട് ലോകത്ത് അതിന്റെ ശത്രുക്കളായി വരുന്നത് ഖുർആൻ തന്നെ വായിച്ചു കൊണ്ടുവരുന്നവരാണ്. ഇവിടെയാണ് ഋജുവായ ദീനിനെ പഠിപ്പിക്കുക എന്നത്, നേരായ ദീനിനെ പഠിപ്പിക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമായി പ്രത്യേകിച്ച് SKSSF പോലെയുള്ള സമസ്ത പോലെയുള്ള സ്ഥാപനങ്ങളുടെ നിർവഹണ പ്രക്രിയയിലെ ഏറ്റവും സമൂഹനമായ കാര്യമായി നമ്മൾ വിലയിരുത്തുന്നത് ഇതാണ്. പുതിയ കാലത്ത് ഇത് വലിയ പ്രശ്നമാണ്. നമ്മളൊക്കെ ആലോചിക്കണം. എല്ലാവരും പലപ്പോഴും, നമ്മുടെ നാട്ടിൽ ഇത്തരം എലമെന്റുകൾ വളർന്നു വരുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട്. താൽക്കാലികമായിട്ടുള്ള വൈകാരികതയാണ് എല്ലാവരുടെയും പ്രശ്നം, വലിയ കാര്യമൊന്നുമല്ല. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ പിറകെ പോകാൻ ദുർബല ഹൃദയരായിട്ടുള്ള വിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി അവന്റെ ജീവിതത്തെ ഒടിഞ്ഞുവെക്കുക, അവന്റെ പ്രക്രിയ അതിനനുസൃതമാക്കി മാറ്റുന്നതിനേക്കാൾ എളുപ്പമുള്ള മാർഗം എന്താണ്? ഈ വൈകാരികതയെ ചൂഷണം ചെയ്യലാണ്. ചെറുപ്പക്കാരെ ജാഗ്രതത്താക്കേണ്ടത്, സൂക്ഷ്മതയോടുകൂടി നിർത്തേണ്ടത് അവനെ ഈ വിഷയത്തിൽ ജാഗ്രത പാലിപ്പിച്ചുകൊണ്ടാണ്. എങ്ങനെ? വൈകാരികമായി. ഇപ്പൊ ഏറ്റവും അടുത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോ ഏറ്റവും അടുത്ത് ഒരു മുസ്ലിം സെന്റിമെന്റ്സായി വളർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂ ആണ് ബീഫുമായി ബന്ധപ്പെട്ട പ്രശ്നം. ബീഫുമായി ബന്ധപ്പെട്ട ഇറച്ചി നിരോധനം. എന്താണ്? ബീഫുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഇന്ത്യയിലുണ്ടായി. ചാടിക്കേരി കുറെ ആളുകൾ ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ട് അങ്ങ് കൊണ്ടുവന്നു.
ചിലരൊക്കെ എഴുതുന്നത് കണ്ടാൽ കരുതുക ഈ പോത്ത് മുസ്ലിങ്ങളുടെ ദേശീയ മൃഗാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയല്ലല്ലോ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ടേഴ്സ് ഹിന്ദു സഹോദരന്മാരാണ്. ഇന്ത്യയിൽ നിന്ന് 1, 2, 3 എന്ന് പറഞ്ഞാൽ 7 വരെയുള്ള ലോകത്തെ നമ്പർ 1 മീറ്റ് എക്സ്പോർട്ടേഴ്സ് അൽ കബീർ അടക്കം. പേരൊക്കെ കേട്ടാൽ അങ്ങനെയാണ്, മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കും. അൽ കബീർ എന്ന് പറയുന്ന എക്സ്പോർട്ടിംഗ് കമ്പനി അടക്കം ഹിന്ദുക്കളാണ്. ഇന്ത്യയിൽ മീറ്റ് ഉപയോഗിക്കുന്നതിലെ 60% മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് ഒരു മാടിനെ എന്താണ് വളർത്തുക എന്ന് പറയുന്നത്. ഗ്രാമങ്ങളിൽ മാടിനെ വളർത്തും. മാസത്തിന്റെ അന്ത്യാകുമ്പോ ചന്തയിൽ കൊണ്ടുവന്ന് മാടിനെ വിൽക്കും. എന്നിട്ട് അവൻ ആവശ്യമുള്ള ഒരു മാസത്തേക്കുള്ള അരിയൊക്കെ വാങ്ങിയിട്ട് ഈ സാധു അവന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങും. അവന്റെ ജീവിതമാണ് ഇത്. ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന ഫാഷിസ്റ്റ് വിരുദ്ധമായ ഒരു സമരത്തെ മുസ്ലിമിന്റെ സമരമാക്കി ചുരുക്കി കാണിക്കാൻ വരുന്നവരോട് ഇത് ഇന്ത്യയുടെ പ്രശ്നമാണെന്ന് പറയാൻ സാധിക്കാതെ അതിന്റെ മുമ്പിൽ കയറി നിൽക്കേണ്ട ഗതികേട് നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ലാത്തതാണ്. അത്തരം വൈകാരികതയുടെ കൂടെയല്ല നിൽക്കേണ്ടത്. നമ്മൾ അത്തരം വൈകാരികതയെ ചൂഷണം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാനുള്ളവരല്ല മുസ്ലിങ്ങൾ. അതെങ്ങനെയാണ്? അങ്ങനെ അത്തരം ഇഷ്യൂസ്, ദുർബലതകളുടെ കൂടെ നിൽക്കുക, വലിയ ഇഷ്യൂസുകളെയൊക്കെ വിട്ടേക്കുക. ശരീഅത്ത് പ്രശ്നം വന്നാൽ അതിനേക്കാൾ വലുത് ബീഫിന്റെ പ്രശ്നമാണെന്ന് ധരിക്കുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? എനിക്കറിയില്ല. അത് എങ്ങനെയാണ് ശരീഅത്ത് നിരോധിക്കണമെന്ന് പറയുന്നത്, ശരീഅത്തിൽ ഭേദഗതികൾ വേണമെന്ന് പറയുന്നത്, ഖുർആൻ അമാനുഷികമല്ലെന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പ്രവാചകനെ അതിനെ സ്നേഹിക്കുന്നതിന്റെ ഇഷ്ടത്തെ, പ്രണയത്തെ, സ്നേഹത്തെ അതിനെ ചെറുതാക്കി കാണിക്കുന്ന രീതികളോടൊക്കെ നമ്മൾ അത്ര വലിയ ഇഷ്യൂ അല്ലാതാക്കി എടുക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇത്തരം വൈകാരികതകൾ മുസ്ലിം സമൂഹത്തെ കച്ചവടം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ജാഗ്രതയുണ്ടാവണം. അവിടെയാണ് പ്രശ്നം. വൈകാരിക സമൂഹമായി നിൽക്കാൻ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളും അത്തരം വൈകാരികതകൾക്ക് അടിമപ്പെട്ടുകൂടാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നമ്മളുടെ ഒരു പൊതുപ്രശ്നമുണ്ട്. ഇപ്പോ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണം എത്രയാ ലോകത്തുള്ളത്? അള്ളാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണം വിരലിൽ ഇങ്ങനെ എണ്ണി അങ്ങ് തീർക്കാം. അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണോ? അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷണോ? ബീഫിന്റെ വിഷയത്തിൽ പോത്തിനെ തിന്നാന്നാ നമ്മളോട് പറഞ്ഞത്, തിന്നണം എന്നല്ല. വ്യത്യാസമുണ്ട്. നിസ്കരിക്കണം എന്നാ പറഞ്ഞത്, നിസ്കരിക്കാം എന്നല്ല. വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. പോത്ത് കിട്ടിയാൽ തിന്നോളി, അതല്ലാതെ പോത്ത് തിന്നൽ സുന്നത്തല്ല. മനസ്സിലായി നിങ്ങൾക്ക്? അത് ഒരു തരത്തിൽ അത് തിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുറ്റം കിട്ടുന്നു അന്നും പറഞ്ഞിട്ടില്ല. സലാം കൊടിയത്തൂരിന്റെ ഒരു കാസറ്റിൽ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച പോത്തർത്തി തിന്നാത്തോന് മുസ്ലിം സമുദായത്തിൽ പെട്ടതല്ല. അതൊരു തമാശയാണ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ കാട്ടിപ്പോത്തിനെ തിന്നാലോ? നിങ്ങളൊന്ന് തിന്നോക്ക്, വിവരറിയൂ. ഒന്ന് തിന്നോക്ക്. മാന് തിന്നാലോ? വയനാട്ടിൽ കാട്ടിയിറക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാലോ. കാട്ടിയിറക്കൽ എന്താ സ്ഥലം എന്ന് നിങ്ങൾ? കാട്ടിപ്പോത്ത് നേരെ വന്ന് കിടന്നു കൊടുക്കുന്നതാണ് അതിന്റെ ബലിയർപ്പിക്കാൻ. അതാണ് അവിടെ അതിന്റെ ചരിത്രം, അതാണ് ആ പ്രദേശത്തിന്റെ. അപ്പൊ കാട്ടിപ്പോത്തിനെ നേരെ ഇപ്പൊ നിങ്ങൾ കാട്ടിപ്പോത്ത് നേരെ വന്ന് കിടന്ന് അർത്താലും പോലീസിനോട് പറഞ്ഞാൽ പറ്റൂല എന്നാണ്. അപ്പൊ കാലം മാറി, നിയമം മാറി, ഒരു പൊതു നിയമത്തിന്റെ ഭാഗമായി. അങ്ങനെ പോത്തിനെ നിരോധിച്ചാലും ബേജാറാവേണ്ട കാര്യമില്ല. നമ്മൾ പോത്ത് നിരോധത്തിനെ, ബീഫ് നിരോധത്തിനെ എതിർക്കുന്നത് അത് ചിലരുടെ ഫാഷിസ്റ്റ് മനോഭാവത്തിന്റെ പേരിലായതുകൊണ്ടാണ്. ഒന്ന്. എന്നാൽ അത് നമ്മളുടെ മാത്രം എതിർപ്പാണോ? അല്ല, നമ്മുടെ മാത്രം എതിർപ്പല്ല. ഇന്ത്യയിൽ ബീഫ് ഉപയോഗിക്കുന്നത് 60% മുസ്ലിങ്ങളല്ല, 40% മുസ്ലിങ്ങളുള്ളൂ. പിന്നെ മറ്റുള്ളവന്റെ രാജ്യത്തിന്റെ പ്രശ്നം സമുദായത്തിന്റെ പ്രശ്നമാക്കി വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളുടെ തലയിൽ കെട്ടിവെച്ച് മറ്റുള്ള ഇഷ്യൂസുകളെ ലഘൂകരിച്ച് കാണിക്കുന്നതിന്റെ സയൻസ് എന്താണ്? വൈകാരികതയാണ്. ഈ വൈകാരികതയാണ് ഈ സമൂഹത്തിൽ കച്ചവടം ചെയ്യാൻ പലരും വരുന്നത്. വൈകാരികതയെ കച്ചവടം ചെയ്യാൻ വളരെ സുഖമാണ്, വേറെയുള്ള കാര്യം പോലെയല്ല. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാബരി മസ്ജിദിന്റെ സംഭവമൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ കാർന്നോമാരങ്ങളെ കണ്ടില്ല, മഹല്ല് പ്രസിഡന്റ് അല്ലെങ്കിൽ മഹലിലെ സാത്വികന്മാരായിട്ടുള്ള ആളുകൾ, മദ്രസയിലെ ഉസ്താദുമാര്, ഞാനിങ്ങനെ പലപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ അന്നത്തെ കാലത്ത് കൊടും തണുപ്പിൽ സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിച്ച് പിന്നെ ഇത്തിരി നേരം ഇരുന്ന് ഓതി
വീട്ടിൽ തിരിച്ചു വന്ന് വരുന്നവരോടൊക്കെ കാണുന്നവരോടൊക്കെ നല്ലവണ്ണം ഒന്ന് പുഞ്ചിരിച്ച് മാന്യായിട്ട്, എന്താ കുട്ടിയെ സുഖാണോ, ഗൾഫിലായിരുന്നവരോട് എപ്പോഴാ വന്നത് എന്നൊക്കെ ചോദിച്ച് മറ്റുള്ള എല്ലാ മതസ്ഥരോടും നന്നായി സംസാരിച്ച് വീട്ടിൽ വന്ന് അവനവന്റെ ജോലിയിൽ ഇടപെടുന്ന 10,000-കണക്കിന് മുസ്ലിങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ ഈ ചെറുപ്പക്കാർ ആർത്തലച്ചു ബഹളമുണ്ടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും എവിടെയെങ്കിലും? അവരുടെ മനസ്സിനകത്തുള്ള നന്മ എന്താ ഞങ്ങള്? വേറൊന്നുമല്ല. നമ്മളിങ്ങനെ പറയും ചിലപ്പോ വലിയ വമ്പിച്ച കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതൊന്നും മൂപ്പർക്ക് നോക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവല്ലോ. ഒരു സൗമ്യമായൊരു ചിരി ഉണ്ടാവും, അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ നിങ്ങള്? അവരുടെ ദീൻ നെഞ്ചിൻ കൂട്ടിനകത്താണ്, നമ്മളെ ദീൻ തൊലിപ്പുറത്താണ്. തൊലിപ്പുറത്തെ ദീനാണ്. അതിങ്ങനെ മറ്റുള്ള മേത്ത് കെട്ടുമ്പം തീപ്പൊരി ഉണ്ടാവും. മറ്റുള്ളത് നെഞ്ചിൻ കൂട്ടിനകത്താണ്. ആരാക്ഷേപിച്ചാലും, ആര് പരിഹസിച്ചാലും, ആരൊക്കെ എതിർക്കാൻ വന്നാലും അതിനകത്ത് ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാനാവാത്ത വണ്ണമുള്ള രൂഢമൂലമായ ഒരു ഈമാനിക ശക്തിയുണ്ട്. നമ്മൾ ആരും അഹങ്കരിക്കണ്ട. ആ ശക്തിയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്. നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രാട്ടിത്തരമാണെന്ന് ഒരു ചെറുപ്പക്കാരും തെറ്റിദ്ധരിച്ചു പോകരുത്. ആ പണ്ഡിത സമൂഹത്തിന്റെ, ആ ഉമറാക്കളുടെ മനസ്സിനകത്തുള്ള ദീനിന്റെ സൗന്ദര്യമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇതിപ്പോ എങ്ങനെയാണ്? പരാക്രമമാണ്. ഇപ്പോ കാര്യമായിട്ട് യുദ്ധം നടക്കുന്നത്, ഇസ്ലാമിക പ്രവർത്തനം നടക്കുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലുമാണ്. ബാക്കിയൊക്കെ സുഖമായി വരികയാണ്. മറ്റേ ഇയാള് ഒരു ഫേസ്ബുക്കിനകത്ത് പറയുന്നുണ്ടല്ലോ, മൊയ്ലാരോട് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ദീനി സേവനാണ്, അതിന്റെ ഭാഗമായിട്ട് ഓൺലൈനിൽ നിന്ന് ക്ഷീണിച്ചിട്ട് മൊയ്ലാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല മൊയ്ലാരെ ഓൺലൈനിൽ ഒരു 40 പേരുണ്ടെങ്കിൽ ചുമ്മാ പോരെ നിൽക്കരിച്ചൂടെ എന്നാണ്. അപ്പൊ മൊയ്ലാർ പറയേണ്ടത് പുറല് ഫ്രിഡ്ജ് ഉണ്ടോ? ആ പറഞ്ഞു. എന്നാ പിന്നെ അത് പുറത്തൊക്കെ എടുത്തിട്ട് ഒരു കറുത്ത തുണി ഇട്ടിട്ട് ഉംറയും കൂടി അവിടെ നിന്ന് നിർവഹിച്ചാലെന്ന് അറിയുന്നുണ്ട് വാട്സാപ്പിൽ. ഇപ്പൊ വാട്സാപ്പിലാണ് ദീനി സേവനങ്ങളും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട വമ്പിച്ച പരാക്രമങ്ങൾ നടക്കുന്നത്. നന്നായിട്ട് ദീൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നവർ കാണാൻ പെട്ടെന്ന് ക്രുദ്ധനായി മറ്റുള്ളവന്റെ തന്തക്ക് വിളിക്കണു, അവന്റെ ഉമ്മക്ക് വിളിക്കണു പെട്ടെന്ന്. അപ്പൊ ദീനൊന്നുമില്ല, ഒരു സെക്കൻഡ് കൊണ്ട് ഇവന്റെ എല്ലാ ഏർപ്പാടും നിന്നു. എത്ര മോശമായിട്ടാണ് നമ്മൾ ആളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റിനകത്ത്, അത് ഫേസ്ബുക്ക് ആവട്ടെ അതല്ലെങ്കിൽ വാട്സാപ്പ് ആവട്ടെ, ഒരു ഗ്രൂപ്പിനകത്ത് ഒരു അമുസ്ലിം സഹോദരൻ വന്നു പെട്ടാലുള്ള അവസ്ഥകളൊന്ന് പരിശോധിച്ച് നോക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, എന്ത് സൗന്ദര്യ പരസ്പരമുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഡോക്ടർ APJ മരിച്ചുപോയപ്പോ അദ്ദേഹത്തെ അനുസ്മരണം നടത്തിയ ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു പണ്ഡിതനെ, ആ നാട്ടിലെ ഒരു വലിയ മുല്ലയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നൈർമല്യത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പറയുന്നത്, കൊച്ചുനാളിൽ എന്റെ കൂടെ ഇരുന്ന് അവൻ ഖുർആൻ വായിക്കുമായിരുന്നു. ഖുർആൻ വായിച്ചു പഠിച്ച് നീങ്ങിത്തുടങ്ങിയപ്പോ അവൻ എന്നോട് അതിന്റെ അർത്ഥം ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. പൊട്ടിത്തെറിപ്പുള്ള പ്രായത്തിൽ തന്നെ അവന്റെ മനസ്സടങ്ങി അവനിങ്ങനെ വഴിപ്പെട്ടു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടെന്നാണ്. ഡോക്ടർ APJയുടെ മരണത്തിന്റെ അവസാന ഘട്ടമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു വണ്ടിയിൽ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ പരിപാടികളുടെ സ്ഥലത്തേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോ അതങ്ങനെ തൊട്ടു മുമ്പിലുള്ള വണ്ടിയിലകത്ത് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ, ഒരു കോൺസ്റ്റബിൾ, ഒരു ഉരുക്കു മനുഷ്യനായിട്ട് ഇങ്ങനെ ജീപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, Z കാറ്റഗറിയിൽ ആളുകളുടെ പോകുമ്പോൾ ജീപ്പിന്റെ പുറത്താണ് ആളുകൾ ഇങ്ങനെ നിൽക്കുക, അതിന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ. വണ്ടി കുറെ ദൂരം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോ APJ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ എന്തിനാ അങ്ങനെ നിൽക്കുന്നത്, പാവം, അവരുടെ ആ വണ്ടിയിൽ ഒന്ന് ഇരിക്കാൻ പറ. പാവാണല്ലോ APJ. അപ്പൊ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാർ അത് പറ്റില്ല, അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ സ്റ്റേജിലെത്തി സ്വാഗതവും അധ്യക്ഷനും നേരെ അങ്ങനെ വീഴാൻ 1 മണിക്കൂർ 2 മണിക്കൂർ നോക്കുമ്പോ ഈ മനുഷ്യനിങ്ങനെ ശ്വാസം വിടാത്ത വണ്ണം ഈ ചെറുപ്പക്കാരനിങ്ങനെ തന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ ഇങ്ങനെ ഉരുക്കു മനുഷ്യനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ APJ പറഞ്ഞു, ആ കുട്ടിയോടൊന്ന് ഇരിക്കാൻ പറപ്പാ, എത്ര നേരമായി അയാൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സർ അത് അയാളുടെ ഡ്യൂട്ടിയാണ്. APJ ഇത്തിരി ക്ഷോഭത്തിൽ പറഞ്ഞു, എന്ത് ഡ്യൂട്ടിയായാലും നിരക്കടില്ല, ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ എന്റെ കൂടെ ഉണ്ടാവണം. ലോകമാദരിക്കുന്ന ഒരു മഹാമനുഷ്യന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു കോൺസ്റ്റബിളിന് അംഗീകാരം കിട്ടുക. അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുക.
കണ്ണിൽ നിന്നിങ്ങനെ സന്തോഷത്തിന്റെ കണ്ണുനീർ ഒഴുകുന്നുണ്ട്. ഇയാൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ. ഭക്ഷണം കഴിച്ച് കൈ കഴുകി പോകുമ്പോ അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഡോക്ടർ APJ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ, ഒരുപാട് സാരല്ല. എന്താണ് APJക്ക് നഷ്ടം ഉണ്ടായത്? എന്താ നഷ്ടം? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും വിശുദ്ധമായ സ്ഥലം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സഹാബത്ത് കാതു കൂർപ്പിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, അത് കഅബയാണ്. കഅബ നിലകൊള്ളുന്ന മക്കയാണ്. ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിനം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? എനിക്ക് തോന്നുന്നത് ദുൽഹജ്ജ് 10 ഞാൻ തോന്നുന്നു. രണ്ടാമത് പറഞ്ഞു, അതിനു സമാനമാം വിധത്തിൽ ലോകത്തിലെ പരിശുദ്ധമായ മറ്റൊന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. സഹാബത്ത് ഇങ്ങനെ കാതുകൂർപ്പിച്ചു നിൽക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് മറ്റുള്ളവന്റെ അഭിമാനബോധാണ്. മറ്റുള്ളവന്റെ അഭിമാനബോധാണ്. ചെറുപ്പക്കാർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കയറിയിട്ട് മറ്റുള്ളവന്റെ തന്തക്കും തള്ളക്കും വിളിക്കണില്ലേ? നമ്മെപ്പോലെ മറ്റുള്ളവന്റെ അഭിമാനം വലുതാണ്. നമ്മളുടെ ഈ പരാക്രമങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് കാണുമ്പോൾ ഇസ്ലാമിന്റെ എന്ത് തെളിച്ചാണ് അവർക്കുണ്ടാവുക? നിങ്ങൾ പറയുക. ഇതാണ് ദീനെങ്കിൽ, മറ്റുള്ളവന്റെ അഭിമാനം അത്രമേൽ പരിരക്ഷിക്കൽ അവന്റെ ബാധ്യതയാണെങ്കിൽ, അത് ഏത് മതത്തിൽപ്പെട്ടവനാവട്ടെ. മതം ഇസ്ലാമിന്റെ വിഷയത്തിൽ എവിടെയുള്ളത്? എവിടെയുള്ളത്? ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസൽമാനെ ഒരുപക്ഷെ സമസ്ത ശംസുൽ ഉലമയെ പോലെയുള്ള വലിയ പണ്ഡിത നേതൃത്വം അവരെ പരിപക്വമാക്കി മാറ്റിയെടുത്ത മേഖല എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഏതാ മേഖല എന്ന് പറയുന്നത്? ദീനിനെ മറ്റുള്ളവർക്ക് വെളിച്ചമാക്കി നിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവന്റെ നന്മയെ കെടുത്താനല്ല, അവന്റെ മനുഷ്യത്വത്തെ കെടുത്താനല്ല. പട്ടിണി കിടക്കുന്നവനെ കുറിച്ച് പറഞ്ഞപ്പോ അവൻ ആരെയെന്ന് പറഞ്ഞിട്ടില്ല. വിശപ്പ് മനുഷ്യന്റെ പ്രശ്നമാണെന്നാ പറഞ്ഞത്. വിശപ്പ് മനുഷ്യന്റെ പ്രശ്നമാണ്, മുസൽമാന്റെ പ്രശ്നം മാത്രമല്ല. മറ്റുള്ളവന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ഘട്ടം ഞാൻ വിശദീകരിച്ച് പറയണില്ല. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബിനോട് പറയുന്നുണ്ട്, മക്കയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ബുദ്ധിമുട്ടുള്ള സമയത്താണ് വന്നിട്ട് പറയുന്നത്. അന്ന് സഹാബത്ത് തീരുമാനമെടുത്തു, അബൂജഹൽ ലഅനത്തുല്ലാഹിയുടെ ആളുകളെ സഹായിക്കില്ലാന്ന് തീരുമാനമെടുക്കുമ്പോ ഖുർആൻ ഇറങ്ങിയിട്ട് പറയും, നബിയെ അത് തിരുത്ത്. അങ്ങനെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നബിനോടാ പറയണത്. ഏത് സഹായം മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, ഭക്ഷണം മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, മക്കളെ കെട്ടിക്കാനുള്ള പൈസ മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, വീടുണ്ടാക്കാനുള്ള പൈസ മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, ദുനിയാവിൽ നിങ്ങൾക്കാവുന്ന സഹായങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്ന രീതിയുണ്ടല്ലോ. വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. വിശുദ്ധ ഖുർആന്റെ വചനാണ്. അള്ളാഹ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ മതവും ജാതിയും നമ്മൾ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അവരോട് സമരസപ്പെട്ടുകൊണ്ട് ഒരു സമൂഹത്തിന് ജീവിക്കാവുന്ന മാതൃക ജീവിച്ച് കാണിച്ചു കൊടുത്ത പണ്ഡിത നിരയാണ് സമസ്ത എന്ന് പറയുന്നത്. അതിലെ പണ്ഡിത സൂര്യനാണ് ശംസുൽ ഉലമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഓർമ്മകൾ നമ്മളിൽ ഉണ്ടാക്കേണ്ടത് ഒരു ചടങ്ങിന് വന്നിരിക്കുന്ന ഔപചാരികമായ ഒരു ഉത്തരവാദിത്തം മാത്രമല്ല. മനസ്സിനകത്ത് ആ പണ്ഡിത സൂര്യൻ കത്തിച്ചു തന്ന വെളിച്ചത്തിന്റെ നന്മയുണ്ടാവണം. മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏതു മതസ്ഥർ സംസാരിക്കുമ്പോഴും ഏതു രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോഴും ബഹുമാനത്തോടുകൂടി മാത്രം സംസാരിക്കേണ്ടി വരുന്ന ആ പണ്ഡിത നേതൃത്വം ആദരവോടുകൂടി തന്റെ ഏറ്റവും കണിശമായ നിലപാടുകൾ സമസ്തയുടെ ഒരു നേതാവായി തന്റെ ശിഷ്യന്മാരോട്, തന്റെ സഹപ്രവർത്തകരോട് കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അങ്ങനെ അറിയപ്പെടുന്ന ശംസുൽ ഉലമ. പക്ഷേ ആ നിലപാടുകളൊന്നും അദ്ദേഹത്തെ ഒരാൾക്കും വെറുക്കാനുള്ള കാരണമായിട്ടില്ല. ആ നിലപാടുകളൊന്നും അദ്ദേഹത്വം ജീവിച്ച സമൂഹത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഘടകവുമായിട്ടില്ല. അദ്ദേഹം എത്രമാത്രം ഉയർന്നു വന്ന് നമ്മുടെ മുമ്പിൽ നിന്നു എന്നതല്ല, ഒരുപാട് പ്രാപ്തമാക്കിയ ഒരു സമൂഹത്തെ, ഒരു സമുദായത്തിന്റെ കാവലാളാവുക എന്നത് ഒരു തെറ്റായ കാര്യമല്ല. അതിന് അഭിമാനിക്കേണ്ട കാര്യമാണ്. അതിന് ചീത്തവിളികൾ കേട്ടോട്ടെ, ആക്ഷേപങ്ങൾ കേട്ടോട്ടെ, അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാനിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ്. ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തു. 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മതവർഗീയവാദികളുമായുള്ള കോംപ്രമൈസ് ഇല്ലായിരുന്നു. ഫാഷിസം ഒരു വലിയ ഭീകരതയാണ് രാജ്യത്ത്. നിഷേധിക്കാനാവാത്തവണ്ണം ഫാഷിസം നമ്മളുടെ മൂക്കിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. തടുക്കണം.
പക്ഷെ ഫാഷിസത്തിന് വളമുണ്ടാക്കുന്ന വിധത്തിൽ സ്വന്തം സമുദായത്തിനകത്തു നിന്നുള്ള ചലനങ്ങളെ അവസാനിപ്പിച്ചാൽ തന്നെ ഫാഷിസത്തെ ചെറുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണത്. ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ഫാഷിസ്റ്റ് വിരുദ്ധമായ ചേരിയിൽ മുസ്ലിങ്ങൾ ചെന്ന് നിൽക്കുമ്പോ അവൻ പറയണം, ഞങ്ങൾ എതിർക്കുന്നത് RSSന്റെ ഭീകരത മാത്രമല്ല, ഫാഷിസം മാത്രമല്ല, IS-ന്റെ ഭീകരത കൂടിയാണ്. ഞങ്ങൾ ചെറുക്കുന്നത് RSSന്റെ സംഘപരിവാറിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ മാത്രമല്ല, രീതിയെ മാത്രമല്ല, മറിച്ച് സ്വന്തം കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞ് ലോകമാസകലം ബോംബുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന മതവർഗീയതയെ കൂടിയാണ്. അത് പറയാനുള്ള കരുത്തുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് വളർന്നു വന്ന നേരത്തെ നാദർവൈസി തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്ന NDF വിരുദ്ധമായ, ജമാഅത്ത് വിരുദ്ധമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ, സിമി വിരുദ്ധമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ മുസ്ലിം സമൂഹം ഒരുമിച്ച് നടത്തേണ്ടി വന്നത്. ഈ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹൈദരാബാദ് തങ്ങളോട് 2 കാര്യം തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പറഞ്ഞത്. തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഇത്തവണ സീറ്റ് വേണ്ട, മത്സരിക്കാൻ സീറ്റ് വേണ്ട. ഞാൻ തങ്ങൾക്ക് കത്ത് കൊടുത്തു. കാരണം അത് വ്യക്തിപരമായ ചില കാരണങ്ങളാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, മത്സരിക്കുകയാണെങ്കിൽ, എനിക്ക് സീറ്റ് തരികയാണെങ്കിൽ അഴീക്കോട് തന്നെ തന്നാൽ മതി. എന്നെ അവിടെ തന്നെ മത്സരിക്കാനുള്ള അനുവാദം തരണം. മത്സരിക്കുമ്പോൾ അവിടെ ആവണം. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തു. 5 വർഷം മുമ്പ് എന്താണോ പറഞ്ഞത്, മതവർഗീയവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട. ഇത്തവണയും ഞാൻ പറഞ്ഞു, അങ്ങനെ മതവർഗീയവാദികളെന്നിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ട് പോകുന്നല്ല, NDF-കാരുടെ വോട്ട് വേണ്ടതാണ്. അതന്നെയാണ്. അതിനിങ്ങനെ ഒരു ഫാഷിസം എന്നൊക്കെ പറഞ്ഞ് വായിലിട്ട് ഉരുട്ടിയിട്ട് പറഞ്ഞാൽ RSSകാരന്റെ വോട്ട് വേണ്ടെന്നാണ്. അത് വേണ്ടെന്നാണ്. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. NDF-നെ എതിർക്കുക എന്നുള്ള പോരാട്ടത്തിലായിരുന്നു ഞാൻ. എന്റെ മണ്ഡലത്തിൽ നിന്ന് ഞാൻ തോറ്റാലും ശരി, ജയിച്ചാലും ശരി, ഞാൻ നോക്കുന്നത് എത്ര വോട്ട് ഞാൻ മത്സരിക്കുമ്പോൾ കിട്ടിയ NDF-കാരത് കുറക്കാൻ പറ്റുന്നതാണ്. അതാണ് എന്റെ നോട്ടം. അതാണ് ഞാൻ മത്സരിക്കുന്നത്. ജയിക്കലും തോൽക്കലൊക്കെ തവക്കൽ തോലല്ല, അള്ളാഹുവിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹൈറാണെങ്കിൽ ജയിച്ചു വരട്ടെ. അത്രേ ഉള്ളൂ കാര്യം. ഹൈറാണെങ്കിൽ ജയിച്ചു വരാം. പക്ഷേ ആ മണ്ഡലത്തിലെ മതവർഗീയവാദികളുടെ വേററുക്കാനുള്ള പോരാട്ടമാണ് നടത്തേണ്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അതാണ് പ്രത്യേകമായിട്ടുള്ള പോരാട്ടം. കേരളത്തിലെ 140 മണ്ഡലത്തിൽ മത്സരിക്കുന്നവർ ഇത് പറയണം. തട്ടിപ്പാണ് എല്ലാവരും. അത് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെന്നറിയും, അല്ലെങ്കിൽ പിന്നെ എന്താണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല പറയേണ്ടത്. ഓരോരുത്തരും പറയണം. ഓരോരുത്തരും നാട്ടിൽ വരുന്ന ഈ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്നതിൽ എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അത് KPCC പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കല്ല. ഓരോരുത്തരും. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളിൽ ഞാൻ പറഞ്ഞു, ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നിരുന്ന തന്റെ ജീവിതത്തെ അങ്ങനെ തന്നെ ക്രമപ്പെടുത്തിയിരുന്ന പണ്ഡിത സൂര്യനായിരുന്നു ശംസുൽ ഉലമ, അല്ലേ? വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളവർ സമസ്തയിലുണ്ട്. സമസ്തക്ക് രാഷ്ട്രീയമല്ല, സമസ്തയിലുള്ള പലർക്കും രാഷ്ട്രീയമുണ്ട്. അതാണ് സമസ്തയുടെ നിലപാട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു സംഘടനയുടെ പ്രതിനിധിയാണ്. എനിക്ക് അഭിമാനമുണ്ട്. കഴിഞ്ഞ തവണ നിയമസഭയിൽ പോകുമ്പോൾ എല്ലാവരും എന്നോട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചിട്ടാ പറഞ്ഞത്, ഹൈദരാബാദ് തങ്ങൾ വിളിച്ചിട്ടാ പറഞ്ഞത്, ക്രൂഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലായപ്പോൾ പോലും യൂത്ത് ലീഗ് പ്രസിഡന്റായിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ സമ്മതം ചോദിച്ചു, എനിക്ക് ഇവരുടെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കണം തങ്ങളെ. തങ്ങൾ പറഞ്ഞു, അതിനെന്തിനാ ഒരു ചോദ്യം? അതിനല്ലേ നമ്മൾ നിലകൊള്ളുന്നത്, അതല്ലേ നമ്മളുടെ പോളിസി. അങ്ങനെ പറഞ്ഞിട്ടാണ്. ജയിച്ചാലും തോറ്റാലും അഭിമാനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തോൽക്കാൻ ധൈര്യമുള്ളവനെ ജീവിതത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ജയിക്കണമെന്ന ആക്രാന്തമുള്ളവൻ തോറ്റുകൊണ്ടേയിരിക്കും. അതാണ് വ്യത്യാസം. അതെല്ലാത്തിലും അങ്ങനെയാണ്. ജയിക്കണമെന്ന ആക്രാന്തവുമായി നടക്കുന്നവൻ തോറ്റുകൊണ്ടേയിരിക്കും. തോൽക്കാൻ ധൈര്യത്തിന്റെ പേരിൽ, നന്മയുടെ പേരിൽ തോൽക്കാൻ ധൈര്യമുള്ളവനെ ജീവിതത്തിൽ ഒരാൾക്കും തോൽപ്പിക്കാനാവില്ല. അതാണ് പ്രധാനം എന്ന് പറയുന്നത്. ഏതു വിഷയത്തിലായിരുന്നാലും, ഏതു കാര്യത്തിലായിരുന്നാലും, ഒരു ജീവിക്കുന്ന ചുറ്റുപാടുകൾ രാഷ്ട്രീയത്തിലായാലും മതസംഘടനയിലായാലും കച്ചവടത്തിലായാലും ഇടപാടുകളിലായാലും ഓർക്കുക ദീനിന്റെ സൗന്ദര്യത്തെ. ആ സൗന്ദര്യം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പ്രാപ്തമായ ഒരു സമൂഹത്തെയാണ് ശംസുൽ ഉലമ, പണ്ഡിത സൂര്യൻ, കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിനെ പ്രാപ്തമാക്കിയത്. അള്ളാഹു ആ വഴിയിൽ നടക്കാൻ, ആ വഴിയിൽ നേരായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ, ആ വഴിയിൽ വീണ്ടും വീണ്ടും ഒരുപാട് സൂര്യന്മാരുടെ വെളിച്ചം നമ്മളെ നയിക്കാൻ അള്ളാഹു നമുക്ക് കരുത്തും ശക്തിയും നൽകുമാറാവട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ